ഈ 10 കൊല്ലം മുന്നേ ഇറങ്ങിയ ഫോണിനകത്ത് 4100 mAh ബാറ്ററി, മെറ്റൽ ബാക്ക്, ആ സമയത്ത് ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 625 ചിപ്സെറ്റും. സത്യം പറഞ്ഞാൽ 2017 കാലഘട്ടത്ത് ആൾക്കാരുടെ ഡ്രീം ഫോൺ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിനെ. ഇതിന്റെ പേരെന്താണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി, എന്തായാലും കിട്ടിയിട്ടുണ്ടാവും ആൾക്കാർക്ക്. ഒരു സൂചന വേണമെങ്കിൽ ഞാനൊരു ട്യൂൺ പ്ലേ ചെയ്യാം. പണ്ട് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ എല്ലാവരും അവരുടെ പോക്കറ്റ് തപ്പുമായിരുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് ആഡ് ആയിരുന്നു എന്ന്. അത്ര പോപ്പുലർ ആയിരുന്നു. വെറും 125 ഗ്രാം മാത്രം വെയിറ്റ് ഉള്ള ഫോൺ, 8.4 mm തിക്നെസ്, ക്യാമറ ബംപ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായില്ല. ആൻഡ് ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം അന്നത്തെ കാലത്തുള്ള ഐഫോൺ 8 പ്ലസിന്റെ മുൻഭാഗം പോലെ ഇരിക്കും. ജസ്റ്റ് ഇവിടെ ഒരു ടച്ച് ഐ ഡി ഇല്ല എന്ന് മാത്രം. ആൻഡ് ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ഇതിനകത്തുണ്ട്. അത് വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആണ്. ചുമ്മാ നോക്കിയാൽ കാണില്ല, അത് കത്തി കിടക്കുമ്പോഴേ കാണുള്ളൂ. നീല, ചുമപ്പ്, മഞ്ഞ, പച്ച, ഏത് കളറിൽ വേണമെങ്കിലും കത്തുമായിരുന്നു. വാട്സാപ്പിൽ പച്ചയാണെങ്കിൽ പച്ച നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്കിൽ നീലയാണെങ്കിൽ നീല നോട്ടിഫിക്കേഷൻ, അത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു സൈഡിലുള്ള കർവ്സ് ശരിക്കും നമ്മുടെ കയ്യിനെ ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന പോലെ. ആൻഡ് സ്ലിം ആയിട്ടുള്ള ഫോൺ ആയിട്ട് കൂടി മുകളിൽ കണ്ടോ ഹെഡ്ഫോൺ ജാക്ക്. ഇന്നൊക്കെ വളരെ ബഡ്ജറ്റ് ഫോണുകളിൽ മാത്രം കണ്ടുവരുന്ന എന്നാൽ പ്രീമിയം ആയിട്ടൊരു ഫീച്ചർ ആയിരുന്നു ഒരു ഹെഡ്ഫോൺ ജാക്ക്. ആൻഡ് ഇപ്പുറത്തായിട്ട് നമുക്ക് IR ബ്ലാസ്റ്റർ ഉണ്ട്. അന്ന് 2017 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഫോണിൽ റിമോട്ട് കൺട്രോൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു വോ ഫാക്ടർ ആയിരുന്നു. അതിന്റെ ചാർജിങ് പോർട്ട് ഉണ്ടോ, മൈക്രോ USB പോർട്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇന്നത്തെ പോലെ തിരിച്ചു മറിച്ച് കുത്തുന്ന പരിപാടി നടക്കില്ല. കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം കുത്താൻ, എന്നാൽ മാത്രമേ ചാർജ് കയറുള്ളൂ. 10 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു. കാരണം അന്നത്തെ കാലത്ത് 5 വാട്ടിന്റെ ചാർജിങ് ആയിരുന്നു നോർമൽ. അപ്പോൾ 10 വാട്ട് വളരെ ഫാസ്റ്റ് ആയിരുന്നു. 3 GB LPDDR5 അല്ല, 4 അല്ല, 3 LPDDR3 റാം. അതിനോടൊപ്പം 32 GB UFS ഒന്നും അല്ല, eMMC 5.1 സ്റ്റോറേജിനകത്ത് 32 GB. കാരണം അന്നൊക്കെ റെയർലി ആൾക്കാർ ഫോണിൻ്റെ അകത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യും. എല്ലാവരും സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി കാർഡിലാണ്. മെമ്മറി കാർഡ്സ് വേർ ദ മെയിൻ സ്ട്രീം. 128 GB വരെയാണ് ഇതിനകത്ത് മെമ്മറി കാർഡ് അന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പ്ലസ് ഡ്യുവൽ സിം ഉള്ള ഫോണാണെങ്കിലും പിന്നെ സിം ട്രേയിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. 2 4G സിമ്മിനകത്ത് ഇടാൻ പറ്റും. പക്ഷേ പ്രൈമറി ആയിട്ടുള്ള ഒറ്റ സിമ്മിൽ മാത്രമേ നിങ്ങൾക്ക് 4G ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മറ്റേ സിമ്മിൽ 3G ആയിരിക്കും. ഇനി ഇതിന്റെ സിം ട്രേയുടെ പ്രത്യേകത ഉണ്ടോ? നിങ്ങൾക്ക് ഒരു മൈക്രോ സിമ്മും ഒരു നാനോ സിമ്മുമാണ് ഇടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു മൈക്രോ സിമ്മും ഒരു മൈക്രോ SD കാർഡും, അല്ലെങ്കിൽ നാനോ സിം ആണ് കയ്യിലെങ്കിൽ SD കാർഡ് ഇടാനുള്ള ഓപ്ഷനേ ഇല്ല. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഡാപ്റ്ററുകൾ വേണമായിരുന്നു. ബാക്കിൽ ഒരൊറ്റ സിംഗിൾ 13 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. ഞാൻ ഏകദേശം 9 വർഷത്തിന് ശേഷം ഈ ഫോൺ ഓണാക്കി ഞാൻ ഇതിൽ ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് ഇന്നത്തെ കാലത്തുള്ള ഫോണുകളിലെ ഫോട്ടോസ് വേറെ ലെവലും അന്ന് കാലത്ത് എടുക്കുന്ന ഫോട്ടോസ് വളരെ മോശവുമായിരിക്കാം എന്നാണ്. ബട്ട് സീ ദ റിസൾട്ട്സ്. ഒരു എയും ഇല്ലാതെ എന്താണോ കാണുന്നത് അതേ രീതിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം ഉണ്ടായി. ആൻഡ് എന്ത് നാച്ചുറൽ ആൻഡ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് നോക്കിയാൽ. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഇതിനെ വളരെ വലുതായിട്ട് അപ്രീഷിയേറ്റ് പോലും ആൾക്കാർ ചെയ്തിട്ടില്ല. ആൻഡ് വീഡിയോസ് നിങ്ങൾക്ക് 1080p 30 frames per second എടുക്കാം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു വീഡിയോ ക്വാളിറ്റി കണ്ടോ. ഈവൻ ഫ്രണ്ടിലുള്ള വെറും 5 മെഗാപിക്സൽ സെൽഫി ക്യാമറ എടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോ നോക്കൂ. ബാക്ക് ക്യാമറയിൽ അന്ന് ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രയും നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് മാത്രമല്ല ഫ്രണ്ട് ക്യാമറയിലും ഹെയർ ഡിറ്റക്ഷൻ ഒക്കെ കണ്ടോ. ഞാൻ ഫ്രണ്ടിലുള്ള സെൽഫി വീഡിയോ നോക്കിയേ ഗൈസ്. സെൽഫി വീഡിയോ ആണിത്. ഏകദേശം ഈ ഒരു ക്വാളിറ്റിയിലാണ് സെൽഫി വീഡിയോ പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കിൽ ലൈറ്റ് അടിക്കുന്ന സമയത്തൊന്നും അങ്ങനെ HDR ഒന്നും കാര്യമായിട്ടുണ്ടായില്ല. 1080p 30 fps. ഇന്ന് LCD ഡിസ്പ്ലേ ഉള്ള സമയത്ത് നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പക്ഷേ അന്നത്തെ കാലത്തുള്ള ലക്ഷറി ഇതാ പുറകിൽ കാണുന്ന ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരുന്നു. അത് ജസ്റ്റ് ഫോൺ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇങ്ങനെ തൊട്ട് അൺലോക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, മാജിക്കലി ഫോൺ അൺലോക്ക് ചെയ്യുന്ന ഒരു ഫീൽ ആയിരുന്നു. അന്നൊക്കെ ഈ ചക്ക ബെസൽ, മാങ്ങ ബെസൽ ഒന്നും പറയാനായിട്ട് ബെസൽ ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ബിക്കോസ് ദ സ്ക്രീൻ, ദ ഡിസ്പ്ലേ വാസ് ബ്യൂട്ടിഫുൾ. 5.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. Still in 2026 I feel the display is very vibrant. Even though പ്രായം കാണിക്കുന്നുണ്ട്, ചെറുതായിട്ട് ആ ഒരു കളറിൻ്റെ ഒരു ഫെയ്ഡ് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുമെങ്കിലും ദിസ് ഡിസ്പ്ലേ ഈസ് ശരിക്കും ലിറ്ററലി യൂസബിൾ കമ്പയർ ടു ഇന്നും പല ഡ്രോപ്പ് നോച്ച് വെച്ച് വരുന്ന ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡിസ്പ്ലേനെക്കാളും എത്രയോ മൈൽസ് ബെറ്റർ ആണ്. വൈബ്രൻ്റ് ആണ്, ക്രിസ്പാണ്, ഷാർപ്പാണ്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ബ്രൈറ്റ്നസ് എത്രയാണെന്ന് ചോദിച്ചാൽ അന്ന് ബ്രൈറ്റ്നസ്സിനൊരു വാല്യൂ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അല്ലായിരുന്നു. യെസ്, ദിസ് ഇസ് നോട്ട് വിസിബിൾ ഇൻ ഡയറക്റ്റ് സൺലൈറ്റ്. സൺലൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നും കാര്യമായിട്ട് കാണൂല എങ്കിലും ദാറ്റ് വാസ് നോട്ട് എ പാരാമീറ്റർ ദാറ്റ് ടൈം. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കവറിങ് കണ്ടോ. അതൊരു 2.5D കേർവ്ഡ് ഗ്ലാസ് ആണ്. എല്ലാ സൈഡ്സും കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്
ആണ് വന്നിരിക്കുന്നത്. ആൻഡ് പഴയ ഹോട്ട്സ്റ്റാറിൻ്റെയും ജിയോ ടിവിയുടെ കൈക്കം കണ്ടോ, എന്നിട്ട് ഇതാ ES Explorer Proവിൻ്റെയും ഷെയർമീൻ്റെ കൈക്കം കണ്ടോ. ആൻഡ്രോയിഡ് 7-ലാണ് ഇത് ഓടുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് 16 വന്നിരിക്കുമ്പോൾ ആൻഡ്രോയിഡ് 7 is way back. ആൻഡ് ഇതിൽ ഓടുന്ന സോഫ്റ്റ്വെയർ ദി MIUI എന്ന് പറയുന്നത് നമുക്ക് പണ്ട് കാലത്ത് കസ്റ്റമൈസേഷൻ്റെ കിങ് എന്നറിയപ്പെടുന്ന, അതായത് എല്ലാവരും കൊതിക്കുന്ന, എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ട ഒരു UI ആയിരുന്നു MIUI. പല ആൾക്കാരും പല ഫോണുകളും റൂട്ട് ചെയ്ത് MIUI ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായി. MIUIക്കകത്ത് ചെയ്യാൻ പല കസ്റ്റമൈസേഷൻസ് ഇല്ല, തീംസ് ഇല്ല. MIUIനെ പ്രോപ്പർലി നിങ്ങൾക്കൊരു ഐഫോൺ പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഐഫോണിൻ്റെ ഐക്കൺസ് ആക്ച്വലി കിട്ടും. എന്നിട്ട് ക്ലോക്ക് ഐക്കൺ വരെ നിങ്ങൾക്ക് ടൈമുമായിട്ട് അന്ന് സിങ്ക് ആവുമായിരുന്നു. പല ആൾക്കാരും അത് കണ്ടിട്ട് പോലും ഇല്ല. 9 വർഷത്തിന് ശേഷം ഇത് ഓണാക്കിയ സമയത്ത് ഞാൻ ഇതിന് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു അപ്ഡേറ്റ് ദിസ് UI. ആൻഡ് ലാഗ്, ഗ്ലിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ, ഐ മീൻ ഫോർ എ 2026 സ്റ്റാൻഡേർഡ് ദിസ് ഫോൺ ഫീൽസ് സ്മൂത്തർ ദാൻ മോസ്റ്റ് ഓഫ് ദ ഫോൺസ് ഇൻ 2026. അതായത് ഈ ഒരു പ്രൈസിൽ ഇന്നിറങ്ങുന്ന ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന പ്രൈസ് ജസ്റ്റ് 9,999 rupees ആയിരുന്നു. ആൻഡ് ആ ഒരു 10,000 rupeesൻ്റെ ഇന്ന് കിട്ടുന്ന ഏത് ഫോൺ നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. ഈ ഒരു പെർഫോമൻസ് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് റിയലി മിസ്സിങ്. സോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ പേര് ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം, ദിസ് ഈസ് ദ Redmi Note 4. നിങ്ങൾക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നോ ഇല്ലയോ കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് ചാനൽ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.